ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബാലുക്കുട്ടൻ്റെ സ്കൂളിൽ 69ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ രാവിലെ തന്നെ അടുക്കളയിൽ കയറി ഒന്നിച്ച് ചോറും കറിയും വെക്കാമല്ലോ വിചാരിച്ചു. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിലെത്തണം. അങ്ങനെ ഞങ്ങളെ ചോറിനലൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയമ്മമാർ 2 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ചോറൊക്കെ കൊടുത്തു. ചെറിയമ്മൻ്റെ മരുമോളെ വീട് ഞങ്ങളെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവർ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. കുട്ടിക്ക് പനിയായിരുന്നു. അപ്പോൾ കുട്ടീനെ കണ്ടാണ് നേരെ അവരിങ്ങോട്ട് വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ അവർക്ക് കൊടുത്തു. പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും നേരെ അടുക്കളയ്ക്കാണ്. വൈകുന്നേരത്തുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ വൈകുന്നേരത്തെ ചായയും കടി ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് കുറച്ച് കപ്പ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം വേവിച്ചെടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ്റെ പാർട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴുകി വൃത്തിയാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കൊന്നുമില്ല, എന്നാലും ഞാനിത് ഉണ്ടാക്കി കൊടുക്കും. നമ്മളെന്ത് കഴിച്ചിട്ടില്ലെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കൽ ഇവിടെ നിർബന്ധമാണ്. ഇനി അത് ബീഫായാലും എന്തായാലും നമ്മൾ തിന്നിട്ടില്ലെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ചിക്കൻ്റെ പാർട്സൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതേനു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്താണ്ട് നേരെ അടുപ്പത്ത് വെച്ചിട്ടോ. ഇത് വെച്ച് കഴിഞ്ഞിട്ട് വേണം നേരെ പുഴയ്ക്ക് പോകാൻ. അപ്പോൾ ഇത് നല്ലോണം വെന്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുരുമുളകും പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് വാങ്ങി വെച്ചിട്ട് നേരെ പിന്നെ പുഴയിൽ പോയി. പുഴയിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പാണിത്. ഇവിടെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. വൈകുന്നേരം ആയാൽ ഒരുപാട് ആടുകളും പൈക്കളും പോത്തുകളും എല്ലാതും ഉണ്ടാവും അവിടെ. നല്ല രസമാണ് കാണാൻ. ഒരുപാട് ആടുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ. പുല്ലണിഞ്ഞ് കിടക്കില്ലേ ഇവിടെ റോഡിൽ വരാം. മനസ്സിലായി. പുഴയിൽ നിന്ന് നേരെ വീട്ടിലെത്തിയപ്പോൾ ആ ചെറിയമ്മമാർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ ആക്കി കൊടുത്തു. കുറച്ച് നേന്ത്രക്കായ, കാച്ചിൽ, കപ്പ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ടാറ്റയൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു പോയപ്പോൾ ലച്ചുമോൾ അവരെ കൂടെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കടേൻ്റെ അവിടെ ഇറങ്ങാമല്ലോ പറഞ്ഞിട്ട് ലച്ചുമോൾ അവിടെ ഇറങ്ങി മിഠായിയൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലച്ചുമോളെ പട്ടുപാവാട ഇസ്തിരി ഇട്ടേക്കാൻ വേണ്ടിയിട്ട് കയറി. ലച്ചുമോൾക്കും ബാലുക്കുട്ടൻ്റെ സ്കൂളിൽ പരിപാടി ഉണ്ട്. അപ്പോൾ 2 പരിപാടി ഉണ്ട്. ഒരു തിരുവാതിരയും ഒരു ഗ്രൂപ്പ് ഡാൻസും ഉണ്ട്. അപ്പോൾ പട്ടുപാവാടയൊക്കെ ഇസ്തിരി ഇട്ട് വെക്കുന്നുണ്ട്. ബാലുക്കുട്ടനാണ് വീഡിയോ എടുത്ത് തരുന്നത്. ഞാൻ എടുത്ത് തരാം അമ്മ പറഞ്ഞിട്ട് ബാലുക്കുട്ടൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തത്. അതിൻ്റെ ഇടയിൽ ക്യാമറ ഓഫ് ആക്കുന്നുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ ബാലുക്കുട്ടൻ അവിടെ എടുക്കുന്നുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട് ബാലുട്ടൻ്റെ സ്കൂളിൽ. ഒരു 40 പരിപാടീൻ്റെ മുകൾക്കുണ്ട് പരിപാടികൾ. ഞങ്ങൾ ഒരു 6-6:30 ആയപ്പോൾ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ LKG കുട്ടികളെ പരിപാടിയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനൂസിൻ്റെ പരിപാടിയായിരുന്നു ഫസ്റ്റ്. മോനൂസ് നല്ല ഉഷാറായിട്ട് ചിരിച്ച് കളിക്കുന്നുണ്ട്. ലച്ചുമോക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ആദ്യമായിട്ടാണ് മോനൂസിൻ്റെ പരിപാടി ഞങ്ങൾ കാണുന്നത്. അപ്പോൾ മോനൂസിനും തന്നെ ഭയങ്കര സന്തോഷമായി. മോനൂസ് നല്ല ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അംഗൻവാടി കുട്ടികളെ പരിപാടി. ഇവിടെ 3 അംഗൻവാടിയത്തെ പരിപാടിയാണ് ഉള്ളത്. ഓരോ അംഗൻവാടിക്കും 2 പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുമോക്ക് ഒരു തിരുവാതിരയും ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പരിപാടി ഒരു ഏകദേശം ആയി കഴിഞ്ഞിട്ടാണ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഉദ്ഘാടനത്തിൽ ടാലൻറ്റ് എക്സാം എഴുതിയ മക്കൾക്കുള്ള സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് ടോപ്പേഴ്സായ മക്കൾക്കുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഓരോ പരിപാടിയും ഒന്നിനൊന്നിന് മെച്ചമുള്ള പരിപാടികളായിരുന്നു. ഒപ്പന, അറബിക്കുത്ത്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പനേൻ്റെ പാട്ട് കേട്ടപ്പോൾ ലച്ചുമോളും റിനുവും ഇതാ ഇവിടെ നല്ല കൈകൊട്ടി കളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ലച്ചുമോൾ വേറെയും ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് അവരിവിടെ ആ പാട്ടിനനുസരിച്ച് താളം വെക്കുന്നുണ്ട്. നമ്മളെ മക്കളെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവർ കളിച്ചാലും കളിച്ചിട്ടില്ലെങ്കിലും അവർ സ്റ്റേജിന്മേൽ കയറി കളിക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മമാരെ പരിപാടി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അമ്മമാരും മക്കളും കൂടിയിട്ട് കൈകൊട്ടിക്കളി, ടീച്ചർമാരും അമ്മമാരും കൂടിയിട്ട് കൈകൊട്ടിക്കളി, അങ്ങനെ 3-4 അമ്മമാരെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ പരിപാടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായാലും അവർ കളിക്കും കേട്ടോ. ആർക്കും ആ കാര്യത്തിലൊരു മടിയില്ല, എല്ലാവരും കളിക്കും. ഇത് ഞങ്ങളെ മക്കളെ പരിപാടിയാണ്. ലച്ചുമോളും കുഞ്ഞിക്കിളിയും പൈങ്കിളിയൊക്കെ ഒന്നിച്ചുള്ളൊരു ഡാൻസാണ് ഇത്. ഇവർ അംഗൻവാടീൻ്റെ മൊത്തം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കളിച്ച ഡാൻസ് തന്നെയാണ്. വേറെ ഡാൻസൊന്നും പഠിപ്പിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അവരത് നല്ല ഉഷാറായിട്ട് കളിച്ചു. ഇതിൽ കുഞ്ഞിക്കിളിനെയും പൈങ്കിളിനെയും വേറെ വേറെ സ്ഥലത്തായിരുന്നു ടീച്ചർ നിർത്തിയിട്ടുണ്ടായിരുന്നത് കളിക്കാൻ. അപ്പോൾ ഒരാൾ ഡാൻസ് കളിക്കുന്ന ഇടയിൽ മറ്റേ ആളെ തിരയുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞു പിടിച്ച് അവിടെ എത്തിയപ്പോഴേക്കിനും പാട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പരിപാടിയൊക്കെ ഒരു ഏകദേശം 1 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പം. അപ്പോൾ എല്ലാ മക്കൾക്കും സമ്മാനം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മമാർക്കും ഉള്ള ഒരു പ്രോത്സാഹന സമ്മാനം കൂടി ഈ പരിപാടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. സമ്മാനമൊക്കെ ബാലുക്കുട്ടനും ലച്ചുമോളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.